CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുചർച്ചയിൽ സംസ്ഥാന സർക്കാരിനും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനം. രണ്ടാം LDF സർക്കാരിന് മികവില്ല. കെ രാജൻ ഒഴികെയുള്ള മറ്റു മന്ത്രിമാർക്ക് പെർഫോമൻസ് ഇല്ലെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. CPI വകുപ്പുകൾക്ക് ധനമന്ത്രി പണം അനുവദിക്കില്ല എന്നും വിമർശനമുണ്ട്. ഒന്നാം സർക്കാരിന്റെ പ്രവർത്തന മികവിനോട് ചേർന്ന് നിൽക്കുന്നതല്ല രണ്ടാം സർക്കാർ. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരായ ആരോപണങ്ങൾ മുന്നണിയെ പ്രതിരോധത്തിലാക്കി. ധനപ്രതിസന്ധിക്കിടയിലും CPIM മന്ത്രിമാർക്ക് പണം അനുവദിക്കുമ്പോഴും CPI മന്ത്രിമാരോട് കടുത്ത അവഗണനയെന്നും ചർച്ചയിൽ വിമർശനം തള്ളി ധനമന്ത്രി KN ബാലഗോപാൽ. എല്ലാ വകുപ്പുകൾക്കും ഒരേപോലെയാണ് എന്ന് മാത്രമല്ല, ഏറ്റവും അത്യാവശ്യമുള്ള ചില വകുപ്പുകളുണ്ട്, അങ്ങനെ നമുക്ക് ആവശ്യത്തിലധികം, അതിന് അധികം പണം കൊടുക്കേണ്ടി വരും. ഞാൻ ചുമതല ഏറ്റെടുക്കുന്ന ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ ഞങ്ങളെല്ലാം കളക്റ്റീവായിട്ട് ചെയ്യുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അന്ന് 1,15,000 കോടിയായിരുന്നു ഒരു വർഷം ശരാശരി ചിലവാക്കി. ഇപ്പോൾ അത് 1,70,000 കോടിയായിട്ടുണ്ട്. സപ്ലൈകോയിലടക്കം സാധനങ്ങളില്ലാത്തതിന്റെ പേരിൽ സാധാരണ പാർട്ടി പ്രവർത്തകർ മറുപടി പറഞ്ഞ് മടുക്കുകയാണ്. ഭക്ഷ്യമന്ത്രിക്കും കൃഷിമന്ത്രിക്കുമെതിരെ ഉയർന്നത് അതിരൂക്ഷ വിമർശനം. VS സുനിൽകുമാറിനൊപ്പം ഉയരാൻ P പ്രസാദിനാകുന്നില്ല. CPIMനോട് കാര്യങ്ങൾ തുറന്നു പറയാൻ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തയ്യാറാകണം. CPIMനെ താങ്ങുന്ന നിലപാടാണ് സെക്രട്ടറിയുടേതെന്ന് ബിനോയ് വിശ്വത്തിനെ വേദിയിലിരുത്തി പൊതുസമ്മേളനത്തിൽ പ്രതിനിധികൾ ആഞ്ഞടിച്ചു. 24 തൃശൂർ.